അപ്പോൾ കൂട്ടുകാരെ നവമീൻ്റെ തലേ ഞാനും എൻ്റെ കമ്പനിക്കാരൻ നന്ദും കൂടിയിട്ട് നൈസായിട്ട് വണ്ടിക്കൊന്ന് ടിപ്പറൊന്ന് കഴുകാമെന്ന് വിചാരിച്ച്. നന്ദു സാറിൻ്റെ വണ്ടി ആട്ടോ ഇത്. വണ്ടിയില്ലേ ബൊമ്മക്കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ മുരുകനുണ്ട്. ഇതേ മുരുകൻ, ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത മുരുകനാട്ടോ. പിന്നെ ഇതാ നന്ദു സാർ ഇതാ ഇവിടെ കുത്തുന്ന ഫോൺ കളിക്കുന്നത്. ഇനിയിപ്പം എല്ലാ വണ്ടി ഒക്കെ എടുത്ത് ഞങ്ങളിതാ ഇവിടെ കണ്ണൂർ എംസാൻ്റെ യാർഡിലെത്തി. അവിടെ നിന്ന് ഇപ്പം പറഞ്ഞതിലോട്ട് 2 വണ്ടിന് നമ്മളെ വണ്ടി കിട്ടും. നമ്മളെ വണ്ടി ഇതാ നമ്മളെ ഗ്രൂപ്പിലെ പുതിയ മെമ്പർ നമ്മളെ ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈ നന്ദോട്ടെ നല്ലോണം ഒരച്ച് കീറുന്നുണ്ട്. നമുക്ക് വണ്ടിയൊക്കെ കീറാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിട്ട് ഞാനിപ്പം പറഞ്ഞോട്ടെ എനിക്ക് മേലെ വണ്ടിയാണ് ഞാനകത്തുകൊണ്ട് തന്നെ ഞാൻ ഇയാളെന്താ പറയുക ഇയാളെ തലേമേ തന്നെ പണിയിട്ടിട്ട് നമ്മൾ സൈഡിൽ വെറുതെ മാറിക്കുക. എന്നിട്ട് ഇതൊക്കെ കണ്ട് ഞാൻ ഇതൊക്കെ ബ്ലോഗിങ്ങാ വീഡിയോ എടുക്കണം ഇതൊക്കെ പറഞ്ഞ് നമ്മളെ നന്ദു സാറിനെ പറ്റിക്കാട്ടോ. ഇയാൾ ഇതൊക്കെ ഓക്കേടാ ഇനി വീഡിയോ എടുക്കുക ഉഷാറാക്കുക എന്നൊക്കെ പറഞ്ഞ ഇയാളും ഒരു രണ്ടാമത് എങ്ങനെ ഉരച്ചതാ പതപ്പിക്കുക ഇങ്ങനെ പതയൊക്കെ വെച്ചിട്ട് പിന്നെ നൈസായിട്ട് എന്താ പറയുക. ഇതൊക്കെ ഇപ്പം വണ്ടി കയറാൻ തന്നെ വന്നതെന്താ വെച്ചാൽ ഇപ്പം പറഞ്ഞ പോലെ നാളെ നവമിയാണ്ട കേട്ടോ. പിന്നെ നവമീൻ്റെ കേസിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതാണെങ്കിൽ നാളെ എന്തായാലും ഇന്ന് നവമീൻ എന്നായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെതാട്ടോ എന്ത് ബസ്സും കൊണ്ട് നവമിക്ക് പൂജിക്കാൻ പോയത്. ആ വീഡിയോ എന്തായാലും ഷോർട്സിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യും. ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ഇപ്പം പറഞ്ഞാൽ നമ്മളെ വരദാനം എന്ന് പറഞ്ഞ ബസ് അതുമായിട്ട് ഞങ്ങൾ പൂജിക്കാൻ പോയ വീഡിയോ എന്തായാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ പതിപ്പിക്കലൊക്കെ കഴിഞ്ഞതാ ഞാൻ വെള്ളത്തിലേക്കായിരുന്നു, വെള്ളത്തിൻ്റെ പരിപാടിയിലേക്ക്. വെള്ളം അടിച്ച് ഇപ്പം പറഞ്ഞവരോട്ട് ഷടപട എന്ന് പറഞ്ഞ് പരിപാടികൾ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ ടിപ്പറിനൊക്കെ ഓട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ വരും കേട്ടോ. നമ്മളെ സ്വന്തം നന്ദാറിൻ്റെ വണ്ടി ഉണ്ട്.